ഫാസ്റ്റായിട്ട്, അതായത് ഒരു 49 ദിവസത്തിൽ തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ബാഡായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. ആഗ്രഹിക്കുന്നത് ആ കാര്യം കിട്ടിയതായി എഴുതി മാനിഫെസ്റ്റേഷനിലായാലും ശരി തന്നെ. ഇന്നൊരു കുട്ടി ജനിച്ചിട്ട് നാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കരുത്. അതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ മാനിഫെസ്റ്റേഷൻ സ്റ്റോറിയും എൻ്റെ യൂട്യൂബ് ജേണിയുമാണ്. എനിക്ക് വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഒരു 49 ദിവസത്തിൽ തന്നെ വാച്ചവേഴ്സ് 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ തന്നെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സും ടിപ്സുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇത് യൂട്യൂബ് ചാനലിന് മാത്രമല്ല, ഇത് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് വലിയ വലിയ കാര്യങ്ങളായാൽ പോലും ഇത്രയും വളരെ ഒരു ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൃഷ്ണന് താങ്ക്സ് പറയുന്നു. താങ്ക് യു കൃഷ്ണ, താങ്ക് യു സോ മച്ച്, താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് കൃഷ്ണനും യൂണിവേഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്. എൻ്റെ ചാനൽ നെയിം കണ്ടാലേ നിങ്ങൾക്കറിയാം, കൃഷ്ണ പ്രപഞ്ചം. പലരും വന്ന് പറയാറുണ്ട് ഞാൻ കൃഷ്ണനെ പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ഒരു ശക്തിയാണുള്ളത്, ആ ശക്തിക്ക് ഒരു രൂപം കൊടുക്കുന്നതാണ് കൃഷ്ണൻ, അള്ള, യേശു എന്നൊക്കെ. ആ ശക്തിയെ തന്നെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നതും ഞാൻ എല്ലാത്തിലും ഒന്നായിട്ടാണ് കാണുന്നത്. സോ അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ താങ്ക്സ് പറയാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത്. നിങ്ങൾ എൻ്റെ ഓഡിയൻസ് ആയതുകൊണ്ട് മാത്രമാണ്. സോ താങ്ക് യു ആൾ, എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സക്സസ്സും ഞാൻ കൃഷ്ണനിൽ അർപ്പണം ചെയ്യുന്നു. എല്ലാം കൃഷ്ണാർപ്പണം. ആ യൂണിവേഴ്സ്, ആ ശക്തിക്ക് ഞാൻ അർപ്പണം ചെയ്യുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ ചെയ്തത് തന്നെ ആ കൃഷ്ണൻ തന്നെയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബാഡായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. കാരണം അതെൻ്റെ കർമ്മയാണ്. അതായത് എൻ്റെ മേ ബി എൻ്റെ ചാനലിൽ വന്ന് ആരെങ്കിലും നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ശരിയില്ലെങ്കിൽ അതിന് വന്ന അഭിപ്രായം പറയുന്നത്, അതായത് എൻ്റെ പ്രസൻറ്റേഷൻ, ഞാൻ പറയുന്ന കാര്യം അത് ഓക്കെയാണ്. കാരണം എന്നാൽ മാത്രമേ എനിക്കത് തിരുത്താൻ പറ്റൂ. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ഞാൻ വളരെ സ്പീഡായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ട് ചില വീഡിയോസൊക്കെ വളരെ സ്പീഡായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പോയ വീഡിയോയിൽ ഞാൻ കുറച്ച് ചിലരൊക്കെ കമൻറ്റ്സ് വന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് പറയാൻ നോക്കിയപ്പോൾ അത് മൊത്തത്തിൽ കൊളായതുപോലെ എനിക്ക് തോന്നി. വളരെ ലാഗ് അടുപ്പിച്ചു. ഐ ആം സോറി. അത് കണ്ടപ്പോൾ ഞാനല്ല വേറെ ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നി. കാരണം ഞാൻ മനഃപൂർവ്വം സ്ലോ ആക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാനല്ലാണ്ടായി മാറി. സോ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്നെ മാറ്റാൻ പറ്റൂ. എന്നാൽ ഒരു വ്യക്തി വന്ന് എന്തോ ഒരു വ്യക്തി വൈരാഗ്യം ഉള്ളതുപോലെ എല്ലാ വീഡിയോയുടെയും താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. സോ എന്താ പറയുക, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അത് അയാൾക്ക് സങ്കടമാവും. മേ ബി എന്നെ സങ്കടപ്പെടുത്തണമെന്ന് അയാൾ വന്ന് എന്തോ എൻ്റെ എനിമീസ് ആരെങ്കിലും ID മാറ്റി പറയുന്നതാണോന്നും അറിയില്ല. ഇല്ല, വേറൊരു വ്യക്തി ആവാം, അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. സോ അതാരായാലും അയാളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പോയ ജന്മത്തിൽ നിങ്ങൾക്കെന്തോ നെഗറ്റീവ് കർമ്മ തന്നിരിക്കുന്നു. അത് വന്ന് നിങ്ങൾ എനിക്കിപ്പോൾ തരുന്നു. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. സോ ഐ എം സോറി. എനിക്ക് ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തത്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നേരത്തെ എഴുതുമായിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ അറിയാമെന്നുള്ളവർ ഇടുന്ന വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ പോലും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഞാൻ എന്നും ഉറങ്ങി എണീറ്റ ഉടനെ രാവിലെയും കിടക്കുന്നതിന് മുമ്പ് രാത്രിയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ഞാൻ ആദ്യമെല്ലാം എനിക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് താങ്ക്സ് പറയും. അതായത് ഫുഡിന് എല്ലാത്തിനും താങ്ക്സ് പറയും, ആരോഗ്യത്തിന് എല്ലാത്തിനും. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ എന്താണോ ഒരുപാട് ആഗ്രഹിക്കുന്നത് ആ കാര്യം കിട്ടിയതായി എഴുതി താങ്ക്സ് പറയും. അപ്പോൾ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡിലും ഞാൻ എഴുതാറുണ്ടായിരുന്നു. അതായത് ഒരു മാസത്തിന് മുമ്പൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് നന്ദി, ഇങ്ങനെ ഞാൻ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡിലും എഴുതാറുണ്ടായിരുന്നു. സോ അത് നമ്മൾ എന്നിട്ട് കുറച്ച് ദിവസം ആകുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. കാരണം ഞാൻ അതിനുവേണ്ടി ഓരോ എഫർട്ടും എടുക്കുന്നില്ല, വെറുതെ എഴുതുന്നു. പക്ഷേ അത് നമ്മളിങ്ങനെ ഡെയിലി കിട്ടിയതായി എഴുതുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാവും. യൂണിവേഴ്സ് അതിനു വേണ്ടി നമ്മളെ പുഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് എന്നോ ആരോ വന്ന് പുഷ് ചെയ്യുന്നു, നീ ചെയ്യൂ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പെട്ടെന്ന് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ.
അപ്പോൾ അതിനുശേഷവും ഞാൻ ഇന്ന് വരെ ആ ഡയലോഗ് എന്നും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതാറുണ്ട്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഗോളാണോ, എന്ത് ജോബാണോ ആഗ്രഹിക്കുന്നത്, ഇല്ല ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണോ, റീയൂണിയൻ്റെ കാര്യമാണോ, ഒരു മാരേജ് ആണോ, എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടിയതായി എന്നും ഇതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ നിങ്ങളെ ഈ യൂണിവേഴ്സ് അതിലേക്ക് കൊണ്ടെത്തിക്കും, നിങ്ങളെ അത് പ്രവർത്തിപ്പിക്കും. സോ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ഗോളാണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ സ്കില്ല് നേടിയെടുക്കണമോ അതിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെയാണ് ഞാനും ഇതിനു വേണ്ടിയുള്ള സെറ്റിങ്സ്, ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ അതെല്ലാം പഠിക്കാൻ യൂണിവേഴ്സ് തന്നെ എന്നെ പുഷ് ചെയ്ത് കൊണ്ടെത്തിച്ചു. സോ അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ 68 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. അത് വെരി പവർഫുള്ളാണ്. അത് ധാരാളം പേർക്ക് യൂസ്ഫുള്ളായി റിസൾട്ട് കിട്ടിയതാണ്. ഞാനത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 10-15 ദിവസം വരെ ഞാൻ വെറും ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. സോ അതിനുശേഷം അതിലിരുന്ന് ഇന്നു വരെ ഞാൻ എന്നും രാവിലെ എണീറ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം 68 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. അതിൽ എനിക്ക് എന്നും ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ സക്സസ് ആവുക എന്നുള്ളതായിരുന്നു. സോ അതുകൊണ്ട് ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഒരേ വിഷ്വലായിരിക്കും. എനിക്ക് എന്നും ഒരേ വിഷ്വൽ തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. എന്നും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അതിൻ്റെ ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്നത് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നതായിട്ടും ആ പ്രോസസ്സിങ് വാച്ച് അവേഴ്സ് കൂടുന്നതായിട്ടും അങ്ങനെ ഞാൻ മോണിറ്റൈസ് അങ്ങനെ 68 സെക്കൻഡ് മാനിഫെസ്റ്റ് ഡെയിലി ചെയ്യാറുണ്ട്, ഇന്ന് വരെ ചെയ്യാറുണ്ട്. അത് ഞാൻ രാവിലെ എണീറ്റോടാൻ ഫസ്റ്റ് ചെയ്യും. പിന്നെ ചെയ്യുന്നത് ഒരു ദിവസം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ചെയ്യും. അതിന് ഞാൻ അലാമൊന്നും സെറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് ഡെയിലി ചെയ്ത് എനിക്ക് കാണാപ്പാടാണ്. ഇത്രയും ചെയ്യുമ്പോൾ ഇത്രയും ടൈം എൻ്റെ വിഷ്വൽസ് കറക്റ്റായിരിക്കും. സോ അതിന് പ്രത്യേകിച്ച് ടൈമൊന്നും രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടൈമൊന്നുമില്ല. എനിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ ചെയ്യും. മേ ബി ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യാറുണ്ട്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും ക്യാച്ച് ആവും. സോ ഇത് നിങ്ങൾക്കൊരു ടിപ്പാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് തരും. പിന്നെ ചെയ്യുന്നത് ഞാൻ മേ ബി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും ഇതിൻ്റെ കാര്യം. ഉടനെ ഞാൻ അവിടെ നിന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യും. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ടൈം വച്ച് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. കാരണം ഇതിനിടയിൽ കയറി ഡൗട്ടും പേടിയും വരില്ല. അതുകൊണ്ട് ഇത് 100% വർക്കാവും. ഇതാണ് ഞാൻ ചെയ്ത രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത് ഞാൻ ചെയ്തത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു. ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമെന്ന്. അത് ഈ മാനിഫെസ്റ്റേഷനിലായാലും ഞാൻ ചെയ്യുന്ന വർക്കിലായാലും ശരി തന്നെ എനിക്ക് വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടുന്നോ ഇല്ലയോ, ബട്ട് ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന തീരുമാനമെടുത്തിരുന്നു. സോ അത് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തു. അല്ലെങ്കിൽ ഡെയിലി ഇട്ടില്ലെങ്കിൽ 1.5 വെച്ചെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഇടുമെന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു. പിന്നെ ഇത് നിങ്ങളും എന്ത് ജോബാണോ, എന്ത് നിങ്ങൾ ഗോളാണോ വച്ചിരിക്കുന്നത് അതിലും നിങ്ങൾ ഒരു മടി വിചാരിക്കരുത്. ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലായാലും ശരി തന്നെ. ഇന്ന് ചെയ്തിട്ട് ഇന്നൊരു കുട്ടി ജനിച്ചിട്ട് നാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കരുത്. അതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. സോ ക്ഷമയോടെ ഡെയിലി ചെയ്യുക. ക്ഷമയോടെ ഡെയിലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വർക്കൗട്ട് ആകും. സോ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. മാനിഫെസ്റ്റേഷനിലും നിങ്ങളുടെ വർക്കിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. എൻ്റെ ഗുരുവിനോട് ഞാനിത് സംസാരിച്ചിരുന്നു. എൻ്റെ ഗുരു അമൃതാനന്ദമയി അമ്മയുടെ ശിഷ്യയാണ്. എൻ്റെ ഗുരുവിൻ്റെ ഗുരു അമൃതാനന്ദമയി അമ്മയാണ്. അപ്പോൾ ഞാനിത് ഗുരുവിനോട് സംസാരിച്ചിരുന്നു, ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്ന്. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞത്, നീ നിനക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നു, അത് വളരെ ആസ്വദിച്ച് ചെയ്യൂ. അത് എനിക്ക് പണം കിട്ടണം, എനിക്ക് മോണിറ്റൈസേഷൻ ആവണം, അങ്ങനെ ഒരു ആക്രാന്തം പിടിച്ച് ചെയ്യരുത്. നീ എന്താണോ ചെയ്യുന്നത് അത് ആസ്വദിച്ച് ചെയ്യുക. അപ്പോൾ നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് പ്രഷർ ആവില്ല. നമുക്ക് പ്രഷർ ആവുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരാൻ തുടങ്ങും. പിന്നെ അത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ, നമ്മുടെ വർക്കിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു കൂളായിട്ട് ചെയ്യുക. സോ എൻ്റെ ഗുരു പറഞ്ഞ അതേ വാക്യം ഞാൻ അങ്ങനെ ഫോളോ ചെയ്തു. സോ ഞാൻ ചെയ്യുന്ന കാര്യം ഒരു ഹോബി പോലെ ചെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആകുന്നോ ഇല്ലയോ അത് വേറെ കാര്യം. പക്ഷേ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ ഞാനിത് വളരെ ആസ്വദിച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു പ്രഷറായിട്ട് തോന്നിയില്ല. ഓടി രാവിലെ എണീറ്റോടെ മൊബൈൽ എടുത്ത് നോക്കുക, ചെക്ക് ചെയ്യുക, എന്തായി, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ പിന്നീട് ധാരാളം സബ്സ്ക്രൈബേഴ്സ് വാച്ചേഴ്സൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് നോക്കാനൊക്കെ, അത് കൂടുന്നത് കാണുമ്പോൾ.
പിന്നീട് ഞാൻ അങ്ങനെ പ്രഷർ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് ഒന്നും വന്നുമില്ല. അതെനിക്ക് വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഒരു കാരണമായി. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ എല്ലാം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ വീഡിയോ കാരണം ഒരാൾക്ക് യൂസ്ഫുൾ ആയാൽ അത് വന്ന് എൻ്റെ ഒരു പുണ്യപ്രവൃത്തി, എൻ്റെ ഒരു നല്ല കർമ്മയിൽ വന്ന് ചേരും. സോ അങ്ങനെ ഞാൻ തിങ്ക് ചെയ്തു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ കർമ്മണ്യേവാധികാരസ്തേ മാബലേഷു കഥാചന, ഈ കർമ്മം ചെയ്യൂ, ഫലത്തെ പ്രതീക്ഷിക്കേണ്ട എന്ന് അത് ഞാൻ സ്വീകരിച്ചു. നെക്സ്റ്റ് ഞാൻ ഗോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി അങ്ങനെ എഴുതില്ല. ഇതിന് മുമ്പ് തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഗോൾ ബുക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ ആയെന്ന്. എനിക്കങ്ങനെ തുടങ്ങുന്ന ഐഡിയ പോലും ഇല്ലായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഗോൾ ബുക്കിൽ എഴുതി വെച്ചു, അതിൽ നിന്ന് എനിക്ക് നടന്നു. അതാണ് പറയുന്നത്, നമ്മൾ എഴുതി വയ്ക്കുന്നതെല്ലാം നടക്കുമെന്ന് പലരും പറയുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഗോളെല്ലാം എടുത്തു അതിനുവേണ്ടി ഒരു ബുക്ക് വച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗോളുണ്ടോ, അതായത് എന്തൊക്കെ ആഗ്രഹം, എന്തൊക്കെ സാധിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ നമ്പറിട്ട് എഴുതുക. അതൊരു സമയം നടക്കും, നമ്മളെ യൂണിവേഴ്സ് അതിലെത്തിക്കും. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പ്യുവറായിരിക്കണം. അതായത് നമ്മുടെ ഈ മാനിഫെസ്റ്റേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും നമ്മുടെ കൺമുമ്പിൽ വരാൻ തുടങ്ങും. എനിക്കും അനുഭവമുണ്ട്. എനിക്കൊരു കുറേ ആയിട്ട് എല്ലാവരുടെയും, ഞാൻ സെർച്ചൊന്നും ചെയ്യുന്നതല്ല, പക്ഷേ ഈ എല്ലാവരുടെയും സക്സസ് സ്റ്റോറി, യൂട്യൂബിൻ്റെ സക്സസ് സ്റ്റോറി, മോണിറ്റൈസേഷൻ സ്റ്റോറി, അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന അതിങ്ങനെ എൻ്റെ കൺമുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. നിങ്ങളൊരു ഗോളാണോ ഇല്ല ഒരു റിലേഷൻഷിപ്പാണോ എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് സംബന്ധമായ അതിൽ സക്സസ് ആയ ആൾക്കാരുടെ സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് എന്തായിട്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കണം, ഇത് നമ്മളെ യൂണിവേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അവിടെ ഫെയിൽ ആവാതെ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും, എനിക്കും ഇതിനു മുമ്പ് അങ്ങനെ തോന്നാറുണ്ട് നേരത്തെ. അതായത് നമുക്ക് കിട്ടാത്ത ഒരു സാധനം മറ്റവർക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കിട്ടി, എനിക്ക് മാത്രം ഒന്നും കിട്ടണില്ല, ഞാനിങ്ങനെ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിക്കും അല്ലേ, ആർക്കായാലും തോന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, ആ ഒരു ഫീലിംഗ് അത് ജലസായിട്ടൊക്കെ നമുക്ക് വരും. ഇത് മനുഷ്യ സഹജമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നാൽ പോലും അതിനെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ പോസിറ്റീവ് ആവണം, പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഉള്ളു തുറന്ന് അവരെ അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തിയും സന്തോഷം അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം നമുക്ക് തന്നെ ഫീലാവും നമ്മളെന്തോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്, നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ നിൽക്കും, ഞാനും ഇതുപോലെ പേയ്മെൻ്റ് ഒക്കെ വാങ്ങി നിൽക്കും, അങ്ങനെ ഞാൻ ഒന്ന് വിഷ്വലൈസ് ചെയ്യും. ഇത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് വന്ന് ചേരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അതാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ നെഗറ്റീവ് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തന്നെ വന്ന് ചേരും. നമ്മൾ എന്ത് കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതവിടെ കട്ടാവും. കാരണം അത് നമ്മൾക്കുള്ള ഒരു ടെസ്റ്റാണ്, യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ടെസ്റ്റാണ്. നിങ്ങൾ എങ്ങനെ ഏത് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ടെസ്റ്റാണ്. അവിടെ നമ്മൾ സക്സസ് ആവണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാര്യത്തിലായാലും ശരി തന്നെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവർ വളരെ ഹാപ്പിயாக സന്തോഷമായിട്ട് ഒരു പെയറായിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് തോന്നും, അവർക്കെല്ലാം നല്ല ലൈഫ് കിട്ടി, ഞാൻ എനിക്ക് ഇരിക്കുന്നു, നന്നായിരിക്കട്ടെ, ഇങ്ങനെ നമ്മൾ പറയും അല്ലേ. ആ നന്നായിരിക്കട്ടെ എന്ന് തന്നെ അതിൽ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്. പക്ഷേ അതിനെ മാറ്റി നമ്മൾ നന്നായിരിക്കട്ടെ, സൗഭാഗ്യവതി ഭവ, നിനക്ക് സന്തോഷവും സമാധാനവും നല്ല ദാമ്പത്യമൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുമ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം മാത്രമല്ല, അതും നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ഞാൻ ചെയ്ത ഒരു കാര്യം, അത് പറയാമോ എന്നറിയില്ല, ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച് പറയുകയാണ്. നമ്മൾ എന്താണ് ഒരു കാര്യം ആഗ്രഹിക്കുന്നോ അതിൽ വളരെ തുടക്കത്തിലുള്ള ആൾക്കാരുണ്ടാവും. അതായത് ചെറിയ ചാനൽസ്, യൂട്യൂബേഴ്സ് ഉണ്ടാവും. അവർക്ക് ഒരു സബ്സ്ക്രൈബേഴ്സും ഇല്ലാതെ വളരെ സങ്കടത്തിൽ, നമ്മൾ ഒരു സബ്സ്ക്രൈബർ കിട്ടുമ്പോഴും എത്ര ഹാപ്പിയാണല്ലേ. ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു സബ്സ്ക്രൈബറും കൊണ്ട് തുടങ്ങിയ വ്യക്തിയാണ്. എൻ്റെ റിലേഷൻസിലോ എൻ്റെ ബ്ലഡ് റിലേഷൻസിലുള്ള ആൾക്കാരോട് പോലും, ചുറ്റുമുള്ളവരോടോ എൻ്റെ ഫ്രണ്ട്സിനോടോ ആരോട് പോലും ഞാൻ ഹെൽപ്പ് ചോദിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. സോ എൻ്റെ സ്വന്തം വഴി വെട്ടി വന്നെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ വന്നതാണ്. കാരണം എൻ്റെ മുൻ അനുഭവങ്ങളാണ്. വേണ്ട, അവരിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല അവരെല്ലാം ആത്മാർത്ഥമായി സഹായിക്കുമെന്നോ ഇല്ല നമ്മളെ നന്നായിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അത് സബ്സ്ക്രൈബർ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ജെന്യൂനായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ്.
സോ അതുകൊണ്ട് തന്നെ ഞാൻ 15 ദിവസം വരെ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തിരുന്നത് കൊണ്ട് എനിക്കപ്പോൾ ഒരു 15 ദിവസം വരെ ഒരു 41 അങ്ങ് അത്രയും സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിനുശേഷം പിന്നീടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. ഒരു 4ാമത്തെ ലോങ് വീഡിയോ എന്തോ ആണ് എനിക്ക് 4ാമത്തെയോ 5ാമത്തെ ലോങ് വീഡിയോ ആണ് എനിക്ക് റീച്ച് ആയത്. സോ അതിൽ നിന്നാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറാൻ തുടങ്ങിയത്. സോ അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇരിക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബർ കിട്ടുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ഒരു സന്തോഷവും എൻകറേജ്മെൻറ്റും ഉണ്ടല്ലോ. സോ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ ചാനൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വരുമല്ലോ യൂട്യൂബിൽ. അപ്പോൾ അവരെല്ലാം പോയി ഞാൻ മനഃപൂർവ്വം നിഷ്കാമമായി എനിക്ക് തിരിച്ചു കിട്ടണമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. കാരണം അവർ വളരെ ഡള്ളായിരിക്കും. എനിക്ക് ഒരു സബ്സ്ക്രൈബർ കിട്ടുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ്, അതുകൊണ്ട് അവർക്കൊരു വീണ്ടും മുന്നോട്ട് പോകാൻ ഒരു എൻകറേജ്മെൻ്റ് ആണ്. ഇന്നും ചെയ്യാറുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ഒരു സ്വാർത്ഥതയുണ്ട്. കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണല്ലോ. സോ എനിക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ തിരിച്ചു തരണമെന്ന് ചെയ്തില്ലെങ്കിൽ പോലും അപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, അതെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിഷ്കാമമായി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമ്മളൊരു 100 രൂപ എടുത്ത് കൊടുത്താൽ പോലും അത് അർഹതയുള്ളവർക്ക് കൊടുക്കണം. ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനോ അല്ല ഒത്തിരി പണക്കാർക്കോ കൊണ്ട് നിങ്ങൾ കൊടുത്തിട്ട് അത് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ അതിന് അർഹതയായവർക്ക് നമ്മളൊരു 100 രൂപ എടുത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് നല്ല പേര് കിട്ടണം, എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞ ആളാവണം, അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യാതെ നിങ്ങൾ 100 രൂപ എടുത്ത് ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ ഞാൻ 100% പറയുന്നു, 2 ദിവസത്തിൽ നിങ്ങൾക്കത് 1000 രൂപയായിട്ട് തിരിച്ചു കിട്ടും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. സോ ഇത് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. തികച്ചും നിഷ്കാമമായി ചെയ്യുക, അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു വരും. ഇത് ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല. ഇത് നിങ്ങൾക്കൊരു പ്രചോദനമായി നിങ്ങൾക്കും ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കും സക്സസ് വരട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാൻ പറയുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞ് ഒത്തിരി ലെങ്തി വീഡിയോ ആയോന്നും അറിയില്ല, ഞാൻ വേറെ വിഷയങ്ങളിലേക്ക് മാറിപ്പോയോന്നും അറിയില്ല. സോ ഐ എം സോറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.